പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലാലേട്ടൻ ഈ 2025 നിറഞ്ഞാടുന്ന കൊല്ലമായിട്ടാണ് നമ്മൾ കണ്ടത്. ലാലേട്ടൻ്റെ കാമിയ റോളിലെത്തുന്ന ഈ ചിത്രമാണ് 2025 ഡിസംബർ 18 റിലീസാകുന്നു. ദിലീപ്, മോഹൻലാൽ എന്നിവർ ചേർന്ന് ബബ്ബ എന്ന ചിത്രം. പക്ഷേ ഇതിനിടയിൽ ഡിസംബർ 25 ലാലേട്ടൻ്റെ മറ്റൊരു ചിത്രം കൂടി, ഒരു അന്യഭാഷാ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു, വൃഷഭ. ഈ റിലീഫൊക്കെ മാറ്റി വെക്കുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിലും ഇത് റിലീഫ് മാറ്റിവെച്ചില്ല. ഇന്ന് എറണാകുളത്ത് വമ്പം പരിപാടിയുമായിട്ട് ഇതിൻ്റെ ട്രെയിലർ റിലീഫ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ നമുക്കൊന്ന് കാണാം. മോഹൻലാൽ അന്യഭാഷയിലൊക്കെ പോയി അഭിനയിക്കുന്നതിന് മോഹൻലാലിൻ്റെ ആരാധകർക്ക് പൊതുവെ താല്പര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ അവിടെ സൈഡായിട്ട് മാറ്റുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനൊരു വാദമായിട്ട് ജനതാ ഗ്യാരേജ് അടിപൊളി ചിത്രമായിരുന്നു. ലാലേട്ടൻ്റെ ആദ്യം 100 കോടി ചിത്രം കൂടെയായിരുന്നു. ഏകദേശം 130 കോടിയോളം ആ ചിത്രം നേടുകയൊക്കെ ചെയ്തു. തെലുങ്കിലായിരുന്നു. അങ്ങനെ തെലുങ്കിൽ മികച്ച ആരാധക വൃന്ദങ്ങളുള്ള ഒരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം ഋഷഭ നന്ദകിഷോറാണ് സംവിധാനം ചെയ്യുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ തുടങ്ങുന്ന ചിത്രം ഈ ഡിസംബർ 25 ചിത്രം ഇറങ്ങുന്നു. ഇതിൻ്റെ പ്രതീക്ഷകൾ എന്തുമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന രീതിയാണ്. അന്യഭാഷയിൽ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ലിങ്ക് ആകും എന്നുള്ളത് നമുക്ക് സംശയം. അതുതന്നെയാണ് കാരണം. ലാലേട്ടൻ അന്യഭാഷ ചിത്രങ്ങളിലൊക്കെ ലാലേട്ടനെ എന്തുമാത്രം ലാലേട്ടൻ്റെ അഭിനയം ഉണ്ടല്ലോ, അത് എന്തുമാത്രം പകർത്തു എന്നുള്ളത് നമുക്ക് സംശയം. കാരണം ലാലേട്ടനെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണോ എന്നൊക്കെയുള്ള സംശയമാണ്. എന്നാലും ഇതിൻ്റെ പാട്ടുകളൊക്കെ റിലീഫായപ്പോൾ അടിപൊളി പാട്ടുകളാണ്. ഒരു എന്താ പറയുക, നാട്ടുംപുറത്തുകാരനായ ലാലേട്ടനെ എൻ്റെ രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചത്. ഇതിൻ്റെ കഥ 2 കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നു. ഒന്ന് രാജാവിൻ്റെ കഥ, ഇപ്പോഴത്തെ ലാലേട്ടൻ. ആ 2 കഥാപാത്രങ്ങളായിട്ട് ലാലേട്ടൻ നിറഞ്ഞാടും എന്ന് നമുക്ക് അറിയാം. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമൊക്കെയാണ് ഈ കഥ പറയുന്നതായിട്ടാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ 1 മിനിറ്റ് 45 സെക്കൻഡോളം ഉണ്ട്. ഇത് കണ്ടു നോക്കാം. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. തൻ്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. വാട്ട് യു കാൺട്ട് ഡിഫൈൻ, ദി ബ്രെയിൻ ഡിനൈസ്. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ടവേദിയിൽ വെച്ചാണ്. It's purely reincarnation. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ലാലേട്ടൻ ചിത്രത്തിൽ ആക്ഷനൊക്കെ ഗംഭീരമാണ്. ആക്ഷനിൽ ലാലേട്ടനെ വെല്ലാൻ ആരുമില്ല എന്ന് നമുക്കറിയാമല്ലോ. ഗംഭീര രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കഥയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ കഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റേതൊരു ഫ്ലാഷ് ബാക്ക് പോലെ പറഞ്ഞു പോകുന്നതായിട്ടാണ്. പഴയ കാലഘട്ടം, ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. പഴയ കാലത്ത് ലാലേട്ടൻ്റെ മകൻ ഒരുപക്ഷെ ശത്രുവാകാം, അതിനുശേഷം പുതിയ കാലഘട്ടത്തിൽ മകനായിട്ട് ജനിക്കുന്നു. അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കഥയാണെന്ന് തോന്നുന്നു.
എനിക്കിങ്ങനെയൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ലേ. ഇത് നമ്മൾ തിയേറ്ററിൽ വന്ന്, ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. തിയേറ്ററിൽ വന്നതിന് ശേഷം കാണാം, കണ്ടതിന് ശേഷം പറയാം. കാരണം നമ്മുടെ അഭിരുചി അല്ല അന്യഭാഷയിലെ അഭിരുചി. നമ്മൾ ലാലേട്ടനെ എങ്ങനെ കാണണം എന്നാഗ്രഹിക്കുന്നതിന് എതിരായിട്ടായിരിക്കും അവർ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ. അപ്പോൾ അവിടുത്തെ സംവിധായകൻ്റെ രീതിയൊക്കെ വേറെ ആയിരിക്കാം. പക്ഷേ അഭിനയ പ്രാധാന്യമുള്ള ചിത്രമാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. കാരണം ഇതിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ തന്നെയാണ് പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. മധു ബാലകൃഷ്ണനാണെന്ന് തോന്നുന്നു മലയാളത്തിൽ അത് പാടിയിരിക്കുന്നത്. അടിപൊളി പാട്ടാണ്, അത് പെട്ടെന്ന് ഹിറ്റാവുകയും ചെയ്യും. അപ്പം ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു കുടുംബകഥ പറഞ്ഞു പോകുന്നു, പഴയ കാലഘട്ടവും കാണിക്കുന്നു. ഇത് എന്തുമാത്രം ലിങ്കാകും എന്നുള്ളത് തിയേറ്ററിൽ പോയി ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മോഹൻലാലാണ് നമ്മുടെ ലാലേട്ടൻ ഏത് ഭാഷയെ വന്നാലും നമ്മൾ കാണും, അത് 100% ഉറപ്പാണ്. അതെന്തുമാത്രം വിജയമാകും എന്നൊന്നും അറിയില്ല. വമ്പൻ ബഡ്ജറ്റിലാണ് ചിത്രം ഇറക്കുന്നത്. അതുപോലെ മികച്ച മുടക്കുമുതലൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മുടക്കിയ കാശ് സിനിമയ്ക്കകത്ത് കാണുവാണെങ്കിൽ വമ്പൻ ഇതായിരിക്കും. നമ്മൾ പ്രതീക്ഷയില്ലാതെ പോയി കാണുമ്പം ചിലപ്പോൾ ഒരു വമ്പൻ ഹിറ്റടിക്കാൻ സാധ്യതയുള്ള ചിത്രമാണിത്. നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ ഇതായിരിക്കും. ഒരു പാൻ ഇന്ത്യൻ ചിത്രം, എനിക്ക് തോന്നുന്നു ഹിന്ദി, കന്നഡ, തെലുങ്ക്, അതുപോലെ തമിഴ്, മലയാളം, ഈ ഭാഷകളിലെല്ലാം ഇത്ര ഇറക്കുന്നുമുണ്ട്. അതൊരു വമ്പൻ ബഡ്ജറ്റ് വമ്പൻ റിലീഫ് തന്നെയാണ് ഈ ചിത്രം ഒരുക്കുന്നത്. ഡിസംബർ 25 ചിത്രം ഇറങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത്. അപ്പം ലാലേട്ടൻ ആണ് ഇതിനകത്തെ മുഖ്യ ആകർഷണം. ലാലേട്ടൻ സാധാരണ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് പോലെ അല്ല, ഇതിനെ പ്രധാനപ്പെട്ട റോളും ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ആദ്യ ഷോയ്ക്ക് നമ്മൾ ചിത്രം കാണാൻ പോകും, നമ്മുടെ അവിടെ ഹാജർ കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്നെഴുതുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.